മരണവും ജനനവും സത്യമല്ല, നിശ്ചിതമാണ്. മരണം എപ്പോൾ വരുമെന്നറിയാത്തതുകൊണ്ട് മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനാവുന്നു. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ല. ഡെത്ത് ഇസ് നോട്ട് ഫോർ ദ റിയൽ ഐ. ഞാനെന്ന സ്വത്വത്തിന് മരണമില്ല ആണ് ഗീതയിൽ പറയുന്നത്. അന്ത്യചിന്തയാണ് അടുത്ത ജന്മത്തിന് കാരണം. എല്ലാ അംബാനിയുടെയും എൻ്റെയും ജീവിതം മരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എത്രത്തോളം കർമ്മം ചെയ്തു അത്രത്തോളം അനുഭവിച്ചിട്ടേ നല്ല ഫലം വരുള്ളൂ. വളരെ ശ്രദ്ധിച്ച് ജീവിച്ചാലേ ഒരു പാപം ഏൽക്കാതെ മരിക്കാൻ പറ്റും. ഒരാളോട് പറഞ്ഞ വാക്ക് അല്ലെ ഒരാളെ പറ്റി പറഞ്ഞ വാക്ക് തിരുത്താൻ ചിലപ്പോൾ നമുക്ക് ഈശ്വരൻ സമയം തന്നോണമെന്നില്ല. എന്തുറപ്പുണ്ട്? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഡെത്ത് ഡേയും കൂടിയാണ്. കാരണം ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു. പണവും സ്വർണവുമാണ് ഹാപ്പിനെസ്സിൻ്റെ ഏകകമെങ്കിൽ ഏറ്റവും വലിയ പണക്കാരൻ ഏറ്റവും വലിയ സന്തുഷ്ടമായിരിക്കണ്ടേ? എല്ലാവർക്കും പുണ്യത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ നമ്മളെല്ലാവരും കാത്തിരുന്ന് കിട്ടിയ നമ്മുടെ വിദ്യാജിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സർ നമസ്തേ. ഗുരുജി നമസ്തേ. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാളോട് ചോദിച്ചിരുന്നു, അതായത് ഈ ലോകത്ത് സത്യമെന്ന് ഉള്ളത് ഞാൻ വിശ്വസിക്കുന്നത് മരണമാണ്. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മരണം ജനനം ഇത് രണ്ടുമാണ് സത്യമുള്ളത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിക്കും എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? ചോദ്യത്തിൽ ഒരു ചെറിയ തെറ്റുള്ളത്, മരണവും ജനനവും സത്യമല്ല, നിശ്ചിതമാണ്. നിശ്ചയമായിട്ടും വരും. മരണം നിശ്ചയമായിട്ടും വരും. മരണത്തെക്കുറിച്ച് ഒരു ലോകപ്രശസ്തനായ ഒരു ചിന്തകൻ പറഞ്ഞത്, ഒരു അതിഥി വരും, എപ്പോൾ വരുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. ഒരു അതിഥി വരും, എന്തായാലും വരും, നിശ്ചയമായിട്ടും വരുന്നൊരു അതിഥിയാണ് മരണം. പക്ഷെ എപ്പോൾ വരുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ഭയം. ശരിയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കൊല്ലം ഇന്ന ദിവസം മരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ കുറഞ്ഞു. കാരണം അതിനു മുമ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, കടങ്ങൾ വീട്ടാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് പ്രശ്നമാണ്. മരണം എപ്പോഴെന്ന് അറിയാത്തതുകൊണ്ട് രണ്ട് കാര്യമാണ്. മരണം എപ്പോൾ വരുമെന്ന് അറിയാത്തതുകൊണ്ട് മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനാവുന്നു. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുന്നില്ല, ക്രൂരമായി പെരുമാറുന്നു, എല്ലാ ജീവികളോടും ക്രൂരത കാണിക്കും. എന്തുകൊണ്ടാണ്? എൻ്റെ മരണം ഇപ്പോഴൊന്നും ഇല്ലെന്ന ചിന്ത കൊണ്ടാണ്. എനിക്കും ഒരു മരണമുണ്ടെന്ന ബോധ്യമുള്ളവൻ കുറെ കൂടെ കാരുണ്യവാനും ഒരു ഗുണവാനുമായി തീരും. കാരണം അവന് പിന്നെ ഇവിടെ ഒരു വളരെ ടെമ്പററി സ്റ്റേ ആണെന്ന് അറിയുന്നവൻ ഇവിടെ കിടന്ന് വല്ലാതെ ആൾ കളിക്കില്ലല്ലോ. അതെ. അപ്പം മരണം നിശ്ചിതമാണ്. പക്ഷെ എപ്പോൾ വരുമെന്ന് അറിയാത്തതുകൊണ്ടുള്ള ഒരു ആശങ്കയുമുണ്ട്, പേടിയുണ്ട്. മരണത്തോട് പേടിയുണ്ട്. അപ്പം അയ്യോ ഞാനും മരിച്ചു പോകുമോ എന്നൊരു പേടിയുണ്ട് എല്ലാവർക്കും. അപ്പം ഈ മരണത്തെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഭഗവാൻ രമണ മഹർഷിയുടെ ജീവിതമാണ്. ഭഗവാൻ രമണ മഹർഷിക്ക് വെറും 14 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം മധുരയിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ മട്ടുപ്പാവിലിങ്ങനെ ഇരിക്കുകയാണ്. സ്കൂൾ കുട്ടിയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ സമയത്ത് അവിടെ അടുത്ത ആരുടെ പുള്ളിയുടെ ഏതോ ബന്ധുക്കളുടെ മരണം ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ എല്ലാവരും മരിച്ചു പോകുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അപ്പോൾ കുറേ മുമ്പ് മരിച്ചാണ്. അപ്പോൾ എല്ലാവരും മരിച്ചു പോകുന്നു, അപ്പോൾ ഞാനും മരിച്ചു പോകില്ലേ? അപ്പോൾ വലിയ ഫിലോസഫി ഒന്നുമല്ല, കുട്ടിക്ക് തോന്നുകയാണ് എല്ലാവരും മരിച്ചു പോകുന്നു, അവരെ മരിച്ചു കഴിഞ്ഞാൽ പട്ടണത്തിലേക്ക് എടുത്തുകൊണ്ടൊന്ന് കത്തിക്കുന്നു. ഇതോടെ കഴിഞ്ഞോ? ഇത് ജീവിതം കഴിഞ്ഞോ? ഇനി എന്താണ് ഇതിൻ്റെ അപ്പുറം? എന്താണ്? അപ്പം ഞാനും മരിച്ചു പോകുമല്ലോ എന്നൊരു പെട്ടെന്നൊരു ഭയം, ഒരു മോബിഡ് ഫിയർ അദ്ദേഹത്തിനെ ഗ്രിപ്പ് ചെയ്തു. അപ്പോൾ ഇതേ വിചാരിച്ചു, എന്നാൽ പിന്നെ നാളെ മരിക്കാൻ നിൽക്കണ്ടല്ലോ, ഇപ്പോഴേ അങ്ങ് മരിച്ച് നോക്കാമെന്ന്. കുട്ടികളുടെ ബുദ്ധിയല്ലേ. കുട്ടി അത് വളരെ കൃത്യമായിട്ട് നിലത്തോടെ കിടന്നു. റിഗർ മോർട്ടിസ് എന്ന് പറയും. അതായത് ശരീരത്തെ മരണം പോലെ അടക്കി വെച്ചു. അപ്പോൾ 5 പ്രാണന്മാരും അടങ്ങുന്നു, അടുത്ത 5 അപ്പോൾ ദശപ്രാണന്മാരും അടങ്ങുന്നു. ശരീരം മരിച്ചു കിടക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ കിടക്കുകയാണ്, ഇതിനിപ്പോൾ എടുത്തുകൊണ്ട് കത്തിക്കും. മൈൻഡിൽ തോട്ട്സ് എല്ലാം സബ്സൈഡ് ചെയ്തു. പുള്ളിയുടെ ആന്തരികമായൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ്? ഇപ്പോൾ ഈ ശരീരം മരിച്ചു, ഇതിനെടുത്തുകൊണ്ട് പട്ടണത്തെ കൊണ്ട് കത്തിക്കും. മനസ്സിന് ചിന്തകളില്ല, ശരീരത്തിന് ചലനമില്ല, ദശപ്രാണന്മാർ അടങ്ങിക്കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഡെഡായി. പക്ഷേ ഇത് ഡെഡായി എന്ന് ഞാൻ അനുഭവിക്കുമ്പോഴും ഞാൻ മരിച്ചു പോകുന്നില്ലല്ലോ. അതായത് ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന ഞാൻ മരണമില്ലാതാണ്. ശരിയാ. അപ്പോൾ പുള്ളിക്ക് ഒരു ഭയങ്കര റിയലൈസേഷൻ വന്നു. ഡെത്ത് ഇസ് ജസ്റ്റ് ഫോർ ദ ബോഡി, ഡെത്ത് ഇസ് നോട്ട് ഫോർ ദ റിയൽ ഐ. ഞാനെന്ന സ്വത്വത്തിന് മരണമില്ല. അതാണ് ഗീതയെ പറയുന്നത്, ഉപയോഗിച്ചു പഴകിയ വസ്ത്രങ്ങൾ മാറുന്നത് പോലെ ജീവാത്മാവ് ശരീരങ്ങൾ മാറുന്നു എന്നാണ്. ദ ഡെത്ത് ഇസ് ജസ്റ്റ് ഫോർ ദ ബോഡി. ബോഡി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഈ ഗ്രോസ് ബോഡിയാണ് ഇപ്പോൾ കാണുന്നത്. വിദ്യാസാഗർ ഞാൻ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, നിങ്ങളെ ആതിര നായരെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി വെച്ചിട്ടാണല്ലേ. എന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എൻ്റെ രൂപം വെച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ ബോഡി എന്ന് പറയുന്നത് എൻ്റെ ഗ്രോസ് മൈൻഡാണ്, വിസിബിൾ മൈൻഡാണ് ബോഡി.
സട്ടിൽ ബോഡിയാണ് മൈൻഡ്, വിസിബിൾ മൈൻഡാണ് ബോഡി, അതായത് ഗ്രോസ് മൈൻഡാണ് ഈ കാണുന്ന ശരീരം. അതുകൊണ്ട് പണ്ട് പറയും മുഖം മനസ്സിന്റെ കണ്ണാടി. ചില നമ്മുടെ സട്ടിൽ മൈൻഡ് നമ്മുടെ ബോഡിയായിട്ട് ഗ്രോസ് ആയി നിൽക്കുകയാണ് ഇവിടെ. നമ്മുടെ മെന്റാലിറ്റിയാണ് നമുക്ക് ബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ശരീരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് ഗീതയിൽ പറയുന്നത് അന്ത്യചിന്തയാണ് അടുത്ത ജന്മത്തിന് കാരണം. അങ്ങനെ ജഡഭരതന്റെ ഒക്കെ കഥ കേട്ടിട്ടില്ലേ? ഒരു മുനി, ഭരതമുനി തപസ് ചെയ്ത്, വളരെ തപസ്വിയാണ്, മോക്ഷത്തിന് എന്തുകൊണ്ട് അധികാരിയാണ്. ഭരതമുനി അവസാന കാലത്ത് ഒരു മാൻകുട്ടി പ്രസവിച്ചു. അത് സിംഹം പിടിക്കാൻ പോയപ്പോൾ മാൻകുട്ടി ചാടിയപ്പോൾ മാൻകുട്ടിയെ സിംഹം പിടിച്ചെങ്കിലും ആ ചാട്ടത്തിൽ പ്രസവിച്ചിട്ട് വെള്ളത്തിലോട്ടാണ് പ്രസവിച്ചത്. ആ കുട്ടി, മാൻകുട്ടി ഒഴുകി മുനിയുടെ ആശ്രമത്തിനടുത്ത് വന്ന് അടിഞ്ഞു, കൊച്ചുകുട്ടി. അപ്പോൾ മാൻകുട്ടിയെ കാണാനുള്ള ഭംഗി, സൗന്ദര്യം കൊണ്ട് മുനി അതിനെ ഓമനയല്ലേ എടുത്ത് വളർത്തി അതിനോട് അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി. അപ്പം മരണകാലത്ത് പുള്ളിക്ക് തോന്നി, ഇനി ഇതിനെ ആര് നോക്കും, പാവം, ഞാനിപ്പം മരിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും മഹാനായ ജ്ഞാനിക്ക് പോലും മാൻകുട്ടിയുടെ അറ്റാച്ച്മെന്റ് വന്നു. അപ്പോൾ ലാസ്റ്റ് തോട്ട് ഈ മാൻകുട്ടിയെ പറ്റിയായിരുന്നു. മരിക്കുമ്പോൾ നെക്സ്റ്റ് ബർത്ത് അദ്ദേഹം ഒരു മാൻ ആയിട്ട് ജനിച്ചു. അതാണ് ജഡഭരതൻ എന്ന് പറയുന്നത്. ശരീരം മാനിന്റെ കിട്ടി, കാരണം ദ ലാസ്റ്റ് മൈൻഡ് ഈ ഇതായിരുന്നു, മാനായിരുന്നു. അവസാനം ഈ തോട്ട് എന്ന് പറയുന്നത് മൈൻഡാണ്. മൈൻഡിങ് എന്നല്ലേ, മൈൻഡ് ബിസിനസ് എന്നതുപോലെ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോണിനെ പറ്റി ചിന്തിച്ചാൽ എൻ്റെ മൈൻഡാണത്. ഞാനൊരു വ്യക്തിയെ പറ്റി, അതിൻ്റെ മൈൻഡാണ് ആ സമയത്ത്, മൈൻഡ് ഫോർമേഷൻ ആണത്. അപ്പോൾ ഈ ഋഷിയുടെ മനസ്സ് അവസാന സമയത്ത് ഒരു മാൻകുട്ടിയായിട്ട് ഫോം ചെയ്തു അല്ലേ, നെക്സ്റ്റ് ബേർത്ത് മാനായിട്ട് ജനിച്ചു. അപ്പം നമ്മളുടെ അവസാനത്തെ ചിന്ത എന്താണോ അതനുസരിച്ച് നെക്സ്റ്റ് ബേർത്ത് ഉണ്ടാവുന്നതാണ്. സോ ഓരോ തോട്ടിനെ പറ്റിയും കെയർഫുൾ ആയിരിക്കണം. അത് ഒരു അജാമിളാഖ്യാനം കേട്ടില്ല. അജാമിളൻ മഹാഭക്തനായിരുന്നു, പക്ഷെ ഇടക്കാലത്ത് വഴിതെറ്റി കുറേ വേണ്ടാത്ത രീതിയിലൊക്കെ പോയി, വളരെ ധൂർത്തനായി ജീവിച്ചു, ഭോഗിയായി ജീവിച്ചു. പക്ഷെ അയാൾ അതിൽ നിന്ന് മുക്തി നേടാൻ വഴി കണ്ടെത്തി. മക്കൾക്ക് നാരായണൻ, ഗോവിന്ദൻ എന്നൊക്കെ പേരിട്ടു. ഇപ്പം അവസാന കാലത്ത് അവരെ വിളിച്ചാൽ മതിയല്ലോ, നാരായണ. അങ്ങനെ ഈ കഥ കേട്ടിട്ട് ഒരു വിദ്വാൻ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു കച്ചവടക്കാരൻ 3 മക്കൾക്കും ഗോവിന്ദൻ, നാരായണൻ, മുകുന്ദൻ എന്നൊക്കെ പേരിട്ടു. അപ്പം അയാൾ പിശുക്കനായ കച്ചവടക്കാരനാണ്, ഈശ്വരനെ വിളിച്ചിട്ടേ അമ്പലത്തിൽ പോയിട്ടുമില്ല. പക്ഷെ അവസാന കാലത്തേക്കുള്ള പേരുകൾ ഇട്ട് വെച്ചല്ലോ. അപ്പം അവസാനം അത് മരിക്കാൻ കിടക്കുകയാണ്, അയാൾ റെഡിയായി നിൽക്കുകയാണ്. അപ്പം 3 മക്കളും പിന്നെ വന്ന് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കച്ചവടക്കാരനാണ് ഇയാൾ. അപ്പോൾ ഇയാൾ തയ്യാറെടുത്തിരിക്കുകയാണ് അവസാനം അടുത്ത ജന്മം നല്ലതാവാൻ വേണ്ടിയിട്ട്, മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കിടന്നിങ്ങനെ നോക്കുമ്പോൾ വിളക്കിൽ ഒരുപാട് എണ്ണ. ഉടനെ പറയണം, എടാ മുകുന്ദാന്ന് വിളിച്ചു, മരണമായിരുന്നുണ്ടപ്പോൾ. അപ്പം എന്തോ അച്ഛാന്ന് വിളിച്ചപ്പോൾ, എന്തിനാടാ ഇത്ര എണ്ണ, നഷ്ടം ഉണ്ടാക്കി വെക്കുക, മരിച്ചുപോയി. അപ്പോൾ അടുത്ത ജന്മം വീണ്ടും ലാഭം നഷ്ടം കണക്ക്. പറഞ്ഞതിനർത്ഥം നമ്മുടെ ഐഡിയ ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല. നമ്മൾ ശീലിക്കണം എന്തിനെ, തോട്ട് ലെവലിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അല്ലാത്തവർക്കൊക്കെ മരണം ദുഷ്കരമായിരിക്കും. വി മസ്റ്റ് ബി ഏബിൾ ടു കൺട്രോൾ തോട്ട്സ് അറ്റ് ദ റൂട്ട് ലെവൽ. വി മസ്റ്റ് വിറ്റ്നസ് അവർ തോട്ട്സ്. നമ്മൾ ആരും ഇത് ചെയ്യുന്നില്ല. തോട്ട് വിറ്റ്നസിങ് ഏറ്റവും സട്ടിലായിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ണിമ വെട്ട് നമ്മൾ അറിയാറുണ്ടോ? ഒരു ദിവസം എത്ര കണ്ണിമ വെട്ടെന്ന് വെച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ അറിയുണ്ടോ? ശ്വാസം നിന്നു പോയാലും അറിയും, അല്ലെങ്കിൽ ശ്വാസം വിട്ടു വന്നാൽ അറിയും. അപ്പം നമുക്ക് അല്ലെ കണ്ണിൽ കരട് പോകുമ്പോഴാണ് കണ്ണിൽ പീലിയുള്ളതൊക്കെ അറിയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സട്ടിലായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ. When a person becomes aware of the subtlest activities of the body, naturally his mind becomes focused. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ചിന്തകളുടെ സൂക്ഷ്മതലത്തിൽ അതിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു സാക്ഷിയായിട്ട് അവൻ രക്ഷപ്പെട്ടു. അവന് പിന്നെ ജീവിക്കേണ്ട, അവന് തപസ് ചെയ്യേണ്ട, അവന് അമ്പലത്തിൽ പോയാലും കുഴപ്പമില്ല. ഇഫ് യു ക്യാൻ ബി എ വിറ്റ്നസ് ടു യുവർ ഓൺ തോട്ട്സ്, ഒരു ഡിസ്പാഷനറ്റ് വിറ്റ്നസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആത്മീയതയുടെ വളരെ ഉയർന്നൊരു തലമാണ്. കാരണം അപ്പോൾ ആ വ്യക്തിക്ക് അവന് എല്ലാ തോട്ടിനെയും കൂടെ അവൻ പറഞ്ഞു പോകുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് വിറ്റ്നസിങ് ഇറ്റ്, സാക്ഷിയായിട്ട്. അപ്പോൾ ഈ രീതിയിൽ മരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ അംബാനിയുടെയും എൻ്റെയും ജീവിതം മരിക്കാനുള്ള തയ്യാറെടുപ്പാണ് അല്ലേ. എങ്ങനെ മരിക്കണം എന്ന് എനിക്കിപ്പോൾ നിശ്ചയിക്കാൻ പറ്റും, അതിനുള്ള ഫ്രീഡം ഉണ്ട്. എങ്ങനെ? എൻ്റെ കർമ്മങ്ങൾ പരദ്രോഹമാവാതിരിക്കാനും, എൻ്റെ വാക്കുകൾ പരദ്രോഹമാവാതിരിക്കാനും, എൻ്റെ ചിന്തകൾക്ക് സൂക്ഷ്മതയും ശുദ്ധിയും ഉണ്ടാവാനും, ചിന്തകളെ വേറിട്ട് കാണാനും ഒക്കെ ഞാൻ പഠിച്ചാൽ എൻ്റെ മരണം വളരെ രാജകീയമായിരിക്കും. ഐ മീൻ, ചന്ദനമുട്ടി കത്തിക്കുന്നല്ല പറഞ്ഞ്, എൻ്റെ മരണത്തിൽ എനിക്ക് ഭയം ഉണ്ടാവില്ല. അപ്പോൾ ഗുരുജി ഒരു സംശയം, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങളുടെ ആണ് നമ്മൾ ഈ ജന്മത്തിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ബാക്കിയാണ്. അപ്പോൾ ഈ ജന്മത്തിൽ, ഇപ്പം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ മൊത്തം പാപങ്ങൾ ചെയ്തു, ഈ ജന്മത്തിൽ നല്ലതാ ചെയ്തതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതാ നമുക്ക് നമ്മുടെ മരണത്തിൽ? വളരെ സിമ്പിളാണ്. ഒരു കുഴലെടുത്തിട്ട് അടിയിൽ ഒരു കൈ പിടിക്കുക, മുകളിൽ ആദ്യം കരിമണൽ നിറയ്ക്കുക, എന്നിട്ട് പിന്നെ പഞ്ചസാര നിറയ്ക്കുക, എന്നിട്ട് കൈ എടുത്ത് ആദ്യം ഒന്ന് പുറത്തോട്ട് വരിക. കരിമണലല്ലേ വരിക?
ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് തിയറി ഉണ്ട് ഈ കോമേഴ്സിൽ, ഈ സ്റ്റോക്കിനെ പറ്റി പറയും, കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെ, ഫിഫോ എന്ന് പറയും, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതുപോലെയാണ് വാട്ട് എവർ യു ഹാവ് ഡൺ ഫസ്റ്റ് ദ റിസൾട്ട് വിൽ കം ഫസ്റ്റ്. നിങ്ങളുടെ എന്ത് കർമ്മമാണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ കർമ്മം ആദ്യം അനുഭവിക്കുക. കണ്ടിട്ടില്ല, ചിലർ 10 വയസ്സ് വരെ രോഗങ്ങളുടെ ദുരിതം കഴിയുന്നില്ല, 10 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം ഹാപ്പി. ചില 20 വയസ്സ് വരെ. അതെന്തുകൊണ്ടാണ്? ആ പൂർവ്വജന്മത്തിൽ വിട്ടുപോയ കർമ്മം പൂർത്തീകരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ എത്രത്തോളം കർമ്മം ചെയ്തു അത്രത്തോളം അനുഭവിച്ചിട്ടേ നല്ല ഫലം വരുള്ളൂ. അപ്പൊ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് ഈ ജന്മത്തിലെങ്കിലും. അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കഷ്ടപ്പാടുള്ളവൻ ഈശ്വരനെ കുറ്റപ്പെടുത്താതെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ എല്ലാവർക്കും പണം ചെലവാക്കി ദാനം ചെയ്യാനൊന്നും പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇൽ തോട്ട് വരാതിരിക്കുക. ഒരാളെ പറ്റിയോ ഒരു വ്യക്തിയെ പറ്റിയോ ഒരു പ്രസ്ഥാനത്തെ പറ്റിയോ ഒന്നും വേണ്ട. നമ്മൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നാമം ജപിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അവനവനെ കൊണ്ട് കഴിയുന്നതെന്നേ ചെയ്തു കൊടുക്കുക. അങ്ങനെ പറയും. എൻ്റെ ഒരു സുഹൃത്ത്, പണ്ട്, ഇപ്പോൾ സുഹൃത്തല്ല, അതിന് കാരണമുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് നട്ടലിന് വലിയൊരു സർജറിയൊക്കെ കഴിഞ്ഞ് വളരെ കഷ്ടപ്പാടാണ്. ലോട്ടറി വിൽക്കുകയായിരുന്നു ആൾ, ലോട്ടറി വിറ്റ് ജീവിക്കുകയായിരുന്നു നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിൽ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഭയങ്കരമായ ഫിസിക്കൽ പെയിൻ വരും. ഇടയ്ക്ക് ബസ് കയറിയതുണ്ട്, ബസ് പുറകോട്ട് എടുത്തപ്പോൾ ഇയാളെ കൂട്ടിയിടിച്ചു പോയി. അപ്പോൾ ആ ഒരുപാട് ചതവ് പറ്റിപ്പോയി. അപ്പോൾ പുള്ളിക്ക് ദുരിതമാണ് ജീവിതം ചെറുപ്പം മുതലേ. അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞു, ലളിതാ സഹസ്രനാമം എന്ന് കേട്ടിട്ടുണ്ടോ? പറഞ്ഞു ഇല്ല. അപ്പം ഞാൻ തന്നെ ഒരു പുസ്തകം വാങ്ങി അമ്മയുടെ ആശ്രമത്തിൽ നിന്ന് വാങ്ങി അദ്ദേഹത്തിന് കൊടുത്തു. ഇത് എല്ലാ ദിവസവും ജപിക്കൂ. എപ്പോൾ ജപിക്കണം? രാവിലെ കുളിച്ച് ജപിച്ചാൽ നല്ലതാ, അല്ലെങ്കിൽ സന്ധ്യയ്ക്കെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. പുള്ളി ഒരു ദിവസം എന്നോട് വന്ന് തമാശ, ഇതൊക്കെ ഒരു കോമഡിയാണ്, എന്നോടൊന്ന് ചോദിച്ചു, പകുതി രാവിലെയും പകുതി വൈകുന്നേരം ജപിക്കട്ടെ എന്ന്. 1000 നാമാണല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഇതിൽ ഡിസ്കൗണ്ട് ഒന്നുമില്ല, പക്ഷെ ഒരുമിച്ച് ജപിച്ചാൽ നല്ലതാണ്. ഇരിക്കാൻ വയ്യാകും, പെയിൻ, ഭയങ്കര പെയിൻ വരും. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. ദേവി ശ്രീ മാത്രേ, അമ്മയല്ലേ, ശ്രീ മാത്രേ നമ്മൾ ആദ്യത്തെ മന്ത്രം, അമ്മയല്ലേ, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യും. അങ്ങനെ അയാൾ രാവിലെ 500-ഉം വൈകുന്നേരം 500-ആയിട്ട് ലളിതാ സഹസ്രം പൂർത്തീകരിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ അയാൾ ഞങ്ങൾക്കൊരു തോന്നല സന്യസിക്കണമെന്ന്. ഇത് ജപിച്ചപ്പോൾ ഒരു ഉന്മേഷം ജീവിതത്തിലുണ്ടായി. ജീവിതത്തിൽ ചിന്തിക്കാത്ത രീതിയിൽ ധനം വരാൻ തുടങ്ങി, ഈ ലോട്ടറി ഉപേക്ഷിക്കാൻ പറ്റി, കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണം കിട്ടി. അതായത് അയാൾ അനുഭവിച്ച് 10-30 വയസ്സ് അയാൾ കഷ്ടപ്പെട്ടുള്ള ഫിസിക്കലി മെൻ്റലി. അയാൾ പിന്നീട് മെല്ലെ മെല്ലെ ശരിയായി. അപ്പോൾ ശരിയായപ്പോൾ ആശ്രമത്തിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആദ്യം തന്നെ അയാൾക്ക് ഏൽപ്പിച്ച ജോലി, ഈ പാൽ അക്കരെ വരുമ്പോൾ അവിടുന്ന് പാല് രാവിലെ 4 മണിക്ക് വരും, ആ പാൽ ഇങ്ങോട്ട് കൊണ്ടുവരണം, ആശ്രമത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അയാൾ ആദ്യത്തെ ഒരാഴ്ച മുഴുവൻ തെറ്റിച്ചു. അയാൾ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ പാല് വണ്ടി അങ്ങ് പോകും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ വേറെ ജോലി ഏൽപ്പിച്ചു, അതിലും പുള്ളി ഫെയിലായി. അങ്ങനെ ഒരു അമ്മ പറഞ്ഞു, മോൻ വീട്ടിൽ പോയിട്ട് വിവാഹമൊക്കെ ചെയ്ത് ജീവിക്കൂ. അങ്ങനെ അയാൾ വിവാഹം ചെയ്തു ഞാൻ അറിഞ്ഞത്. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇയാളെ ഞാൻ പേരാണ് വിളിച്ചിരുന്നത്. നമ്മുടെ അടുത്ത് ആശ്രയിച്ച് വന്ന ഒരാളല്ലേ. അപ്പം ഞാൻ പിന്നീട് ഒരിക്കലും ആശ്രമത്തിൽ കണ്ടപ്പോൾ അയാളുടെ പേര് ഞാൻ വിളിച്ചു. എന്തൊക്കെയാ സുഖമല്ലേ? ഉടനെ അയാൾ എന്നോട് ആശ്രമത്തിൽ പറഞ്ഞു, ഷൗട്ട് ചെയ്ത് പറഞ്ഞു, എന്നെ സ്വാമിനെ വിളിക്കാവൂ. അപ്പം ഞാൻ ഞെട്ടി, ഈശ്വരാ. അപ്പം ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം സ്വാമി. അപ്പോൾ കർമ്മം പെട്ടെന്ന് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. 2 ആഴ്ചയുടെ സ്വാമി നിന്നുള്ളൂ, പിന്നെ വീട്ടിൽ വന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കർമ്മം ഒരു കോബ് വെബാണ്, ഒരു കോഗ്മയറാണിത്, ഒരു ചതുപ്പ് നിലമാണ്, ചവിട്ടുനിറം താഴ്ന്നു പോകുന്ന സാധനമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചാലേ ഒരു പാപം ഏൽക്കാതെ മരിക്കാൻ പറ്റൂ. വി മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി കെയർഫുൾ. വേർഡ്, തോട്ട് ആൻഡ് ഡീഡ്, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ശ്രദ്ധ വേണം. അപ്പം അതൊരു, ഇപ്പം നമ്മളടുത്ത് വന്നിട്ട് വളരെ യാചനാഭാവത്തിൽ ഒരു കാര്യം ചോദിച്ച അയാളെ നമ്മളെ സഹായിച്ച വ്യക്തി നമ്മളോട് പറയുകയാണ്, എന്നെ സ്വാമി എന്ന് വിളിക്കാമെന്ന് പറയുമ്പോൾ അതൊരു അഹന്ത വരികയാണ്. അയാളെ കുറ്റം പറയില്ല, അത് പ്രകൃതിയിൽ അതൊക്കെ ഉണ്ട്. ഞാൻ അയാളോട് രൂക്ഷമായിട്ട് പ്രതികരിക്കാഞ്ഞുകൊണ്ടാണ് അയാൾക്ക് എന്ത് പറ്റിയത്, ആ സ്വാമിത്വം വിടേണ്ടി വന്നത്. ഞാൻ അയാൾ പ്രതികരിച്ചിരുന്നെങ്കിൽ പ്രകൃതി അയാളെ ഉപദ്രവിക്കില്ല, കാരണം പ്രതികരിച്ച് ഫലം അപ്പം തന്നെ കിട്ടിയല്ലോ, ഇൻസ്റ്റന്റ് കർമ്മ. അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നോട് ആരെയും ദ്രോഹം ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ ഒന്നും പ്രതികരിക്കില്ല. അപ്പോൾ പ്രകൃതി എന്ത് ചെയ്യും? പലിശയും കൂട്ടുപലിശയും സഹിതം അത് കൊടുക്കും. ഞാൻ വളരെ ക്രൂരനാണ്. കാരണം ക്രൂരതയുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ, അല്ലെ അപ്പം തന്നെ അയാളെ കർമ്മം കൂടി ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ, 2 അടി കൊടുത്താൽ മതി, അല്ലെ എന്നെ തെറി പറഞ്ഞാൽ മതി. അപ്പം ഞാനൊന്നും പറയാറില്ല. ആ പ്രതികരണം നിർത്തിയപ്പോൾ ഞാനൊക്കെ എങ്ങനെ ശിക്ഷിച്ചാലും ശിക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രകൃതി അവരെ ശിക്ഷിക്കുന്നുണ്ട്. ഞാനൊരു രസം കണ്ടെത്തുകയല്ല, പക്ഷെ നമ്മളായിട്ട് അയാളോട് പറഞ്ഞ് ഈ ഒരു തുടർ കർമ്മം ഉണ്ടാക്കണ്ടല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പം ആതിരയോട് ഞാൻ വഴക്ക് പറഞ്ഞു, ആതിര അത് മൈൻഡ് ചെയ്യാതെ ശരി എന്നോട് പോയാൽ എനിക്കത് ദോഷമായി. കാരണം ആതിരയെ ഞാൻ ഒരു കാര്യമില്ലാതെ വഴക്ക് പറഞ്ഞു, ആതിരയുടെ മനസ്സിന് ഹേർട്ടായി. അപ്പം പ്രകൃതി ഇത് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ
അതേസമയം ആദ്യം എന്നെ രണ്ട് തിരിച്ചും കൂടി പറഞ്ഞാൽ അതോടെ നലിഫൈഡ് അല്ലേ, ബാലൻസ് ആയി, ബരാബർ അല്ലേ. ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ചില സമയത്ത് നമ്മൾ ചില ആൾക്കാരെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിന്നെ പോയി തിരുത്തി പറയാനുള്ള അവസരം നമുക്ക് പ്രകൃതി തന്നൊന്നുമില്ല. നേച്ചർ വിൽ നോട്ട് അലൗ us ടു റിക്കറക്റ്റ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളോട് പറഞ്ഞു, അത് എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം. കാഞ്ചിയിലെ മഹാപരിവർ പറഞ്ഞൊരു കാര്യമാണ്. മഹാപരിവരുടെ കാലത്ത് ഒരു വലിയ വൈദികൻ എന്ന് പറഞ്ഞാൽ വേദം പഠിച്ചവൻ എന്നാണ് അർത്ഥമല്ലാതെ പിന്നെ പാതിരിമാരെ പറയുന്ന പേരല്ല, അത് മോഷ്ടിച്ച പേരാണ്. വൈദികൻ വേദം പഠിച്ചവനാണ്. അപ്പോൾ വലിയൊരു വൈദികൻ, പ്രായമായി 89 വയസ്സായി. അദ്ദേഹം ഈ വേദം ചൊല്ലാൻ പഴയ പോലെ പറ്റില്ല, പല്ലൊന്നുമില്ല, ശബ്ദം അടച്ചു, 89 ആയി. അപ്പോൾ അവിടെ ഒരു വലിയ ധനികൻ ഒരു ശ്രീരുദ്രം നടത്താൻ തീരുമാനിച്ചു. 10-11 വൈദികരെ കൊണ്ടുവന്നിട്ട് അതിലൊരാൾ ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹം ചെന്നു, ഉത്സാഹത്തോടെ ചെന്നു, വേദം ജപിച്ചു. അതിനുശേഷം ആഹാരം കൊടുക്കും, നല്ല സദ്യ കൊടുക്കും. സദ്യ കൊടുക്കുമ്പോൾ അതിൽ ചക്കരച്ചോറ് എന്നാണ് നമ്മൾ ചക്കരച്ചോറ് ഉണ്ടാകും. ഇവിടെയൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല. ചക്കരച്ചോറ് നമ്മുടെ പായസം പോലെ ഇരിക്കും. അപ്പോൾ അത് ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്, ഈ പ്രായമായ ആൾക്ക്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈ ധനികൻ വിളമ്പ് വേണം. അപ്പോൾ ഇദ്ദേഹത്തിന് പകുതി വിളമ്പുള്ളൂ. അപ്പോൾ ഇദ്ദേഹം കഴിച്ചിട്ട് പിന്നെയും ചോദിച്ചു. അവിടെ തന്നെ ധനികൻ പറഞ്ഞു, ശബ്ദവും ഇല്ല, ഉറക്കെ ചൊല്ലിയിട്ടുമില്ല, എന്നാൽ ആർത്തിക്ക് കുറവില്ല എന്ന് പറഞ്ഞു. ഇയാൾ വളരെ വിഷമിച്ച് പിന്നെ വാങ്ങാതെ കഴി അവിടുന്ന് പോയി. അത് നടക്കുന്നത് കാഞ്ചീപുരത്ത് നിന്ന് ഒത്തിരി ദൂരത്താണ്. ഒരു 150 കിലോമീറ്റർ അകലെയാണ് ഇദ്ദേഹത്തിന് ഈ ധനികൻ്റെ വീട്. എല്ലാം ഭംഗിയായി കഴിഞ്ഞ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പല പലഹാരങ്ങളും പഴവും പണവും ഒക്കെ ആയിട്ട് പെരിയവരെ കാണാൻ വേണ്ടി ഇദ്ദേഹം വന്നിട്ട് പെരിയവരുടെ മുമ്പിൽ ഈ താലം വെച്ചിട്ട് പറഞ്ഞു, അങ്ങ് ഇതിൽ നിന്ന് എടുക്കണം, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് രുദ്രൻ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പെരിയവർ വളരെ രൂക്ഷമായിട്ട് ഇയാളെ നോക്കി. സാധാരണ എല്ലാവരും ചിരിച്ചു പെരുമാറുന്ന ആളാണ്. അപ്പോൾ മിണ്ടുന്നില്ല. അപ്പോൾ ചോദിച്ചു, ഇത് ഈ ശിവൻ, അതായത് രുദ്രൻ ഇത് കൈക്കൊണ്ടിട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ കൈക്കൊള്ളൂ? നിന്റെ യാഗം ശ്രീരുദ്രൻ കൈക്കൊണ്ടിട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ കൈക്കൊള്ളൂ എന്ന് ചോദിച്ചു. ഇത് ഞെട്ടിപ്പോയി. അപ്പോൾ എന്താണ് തെറ്റുപറ്റി? ഉടനെ അദ്ദേഹം പറഞ്ഞു, ആ പേര് പറഞ്ഞിട്ട്, ആ വാദ്യാരില്ലേ, അയാൾ 89 വയസ്സായി, 7 വയസ്സ് തുടങ്ങിയതാണ് ജപം. 7 വയസ്സിൽ എത്ര വർഷം? 82 വയസ്സ്. 82 വർഷം അയാൾ വേദം ജപിച്ച ആളാണ്. വയ്യാതായപ്പോഴും വന്നു, 3.5 മണിക്കൂർ ഇരുന്ന് ജപിച്ചു. ഒരല്പം ചക്കരച്ചോറ് കൊടുക്കാൻ വേണ്ടി നീ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അയാൾ ഞെട്ടിപ്പോയി, വിറച്ചുപോയി. കാരണം ആ കോപം മാറില്ല നിനക്ക്. അപ്പോൾ ഇദ്ദേഹം മാപ്പ് പറഞ്ഞു പെരിയവരെ, ഞാൻ പോയിട്ട് കാല് പിടിച്ച് മാപ്പ് പറയാം. ഓ, രുദ്രൻ അനുവദിച്ചാൽ നിനക്കതിന് പറ്റുമെന്ന് പറഞ്ഞു. പെരിയവർ പറഞ്ഞു. അയാൾ അപ്പം തന്നെ അവിടുന്ന് പുറപ്പെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വാദ്യാരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മരിച്ചു. ചടങ്ങുകൾ തുടങ്ങാൻ പോവാണ് അവിടെ. ആ വാദ്യാർ മരിച്ചു. ഈ മനുഷ്യൻ എന്തായിരിക്കും അവളുടെ നെക്സ്റ്റ് ബർത്ത്? ഒരു നേരത്തെ ആഹാരം കിട്ടാത്തൊരു വ്യക്തിയായിട്ടോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാത്തൊരു മൃഗമായിട്ടോ ജനിക്കാം. ഹൈ പോസിബിലിറ്റി ഉണ്ട്. മാപ്പ് പറയാൻ പറ്റിയിട്ടുമില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ പറഞ്ഞൊരു വാക്ക് ചിലപ്പോൾ ദാറ്റ് മൈറ്റ് ബി ദ ലാസ്റ്റ് വേർഡ് വി ഹാവ് എക്സ്ചേഞ്ച് വിത്ത് ദാറ്റ് പേഴ്സൺ. വി മൈറ്റ് നോട്ട് ബി ഏബിൾ ടു കറക്റ്റ് ഇറ്റ്. അപ്പോൾ ഇതാണ് കർമ്മരഹസ്യം. ഒരാളോട് പറഞ്ഞ വാക്ക്, അല്ലെ ഒരാളെ പറ്റി പറഞ്ഞ വാക്ക് തിരുത്താൻ ചിലപ്പോൾ നമുക്ക് ഈശ്വരൻ സമയം തന്നോണമെന്നില്ല. എന്തുറപ്പുണ്ട്? നമുക്ക് ആയുസ്സില്ലാതാവാം, അല്ലെ ആ വ്യക്തി മരിച്ചു പോവാം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞ് പിരിയരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചിലപ്പോൾ ടെലിഫോണിൽ ഈ പ്രേമിക്കുന്നവർ തമ്മിൽ, ഞാൻ ഒരുപാട് കേസ് എൻ്റെ സുഹൃത്തുക്കളറിയാം, രാത്രി നിന്നെ എനിക്ക് കാണണ്ട എന്നിട്ട് കട്ട് ചെയ്യും. നെക്സ്റ്റ് ഡേ അവരുണ്ടായിക്കോണമെന്നില്ല, നമ്മളുണ്ടായിക്കോണമെന്നില്ല. അതുകൊണ്ട് വി ഹ്യൂമൻ ബീയിങ്സ് വിഡ്ഢികളാണ്. ഒരു ഉറപ്പുമില്ലാത്തൊരു ജീവിതമാണ് നയിക്കുന്നത്. എന്തും എപ്പോൾ വേണേൽ സംഭവിക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ ജെൻറ്റിലാവാനും, കൂടുതൽ ജെൻറ്റിൽമാൻ എന്ന് പറയുന്ന അർത്ഥം ജെൻറ്റിലാവുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ വിചാരിച്ച സിഗരറ്റ് വലിക്കുന്നതിനാണ്. അത്ര ബുദ്ധിജീവനും ഇവരൊന്നും ഇതിനകത്ത് ഒന്നും താമസമില്ല. ജെൻറ്റിൽമാൻ ഇസ് എ പേഴ്സൺ ഹു ഇസ് വെരി ജെൻറ്റിൽ. ഹി ഹാൻഡിൽസ് എവറിത്തിങ് വെരി ജെൻറ്റ്ലി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു മര്യാദാ പുരുഷോത്തമൻ എന്നാണ് മലയാളത്തിൽ സംസ്കൃതത്തിൽ പറയും. ആ മര്യാദ, ശ്രീരാമനെ പോലെ മര്യാദാ പുരുഷോത്തമനായിട്ട് ജീവിക്കണം. സ്ത്രീകൾ സീതാദേവിയെ പോലെ അത്രയും മര്യാദയോടെ ജീവിക്കണം. കാരണം നമ്മൾ നടക്കുന്നത് ഭൂമി അറിയരുതെന്നാണ് പറയാം. ഞാനാണ് ലോകം ഭരിക്കുന്ന ഭാവത്തിൽ നടന്ന് ഒരു കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും അറ്റുപോകുന്ന ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ശിവാപരാധ ക്ഷമാപണ സ്തോത്രം. ആയുസ് കണ്ടുകൊണ്ട് നിൽക്കാൻ നശിക്കുകയാണ്. എവറി മൂമെൻറ്റ് ദറ്റ് ടേക്സ് അവേ ഈസ് ഡിഡക്റ്റിംഗ് അവർ ലോഞ്ചിവിറ്റി. അല്ലേ, നമ്മുടെ മൊത്തം ലൈഫിനെ ഓരോ നിമിഷത്തിൽ സെക്കൻഡ് പോകുന്നവർ കുറയുകയല്ലേ ചെയ്യുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഡെത്ത് ഡേയും കൂടിയാണ്. കാരണം ഒരു ബർത്ത്ഡേ ഒരു വർഷം കഴിഞ്ഞു. എൻ്റെ ആയുസ്, എനിക്ക് തന്ന ടോട്ടൽ ആയുസ് ഇത് എത്രയാണെങ്കിലും അതിൽ നിന്ന് ഒരു വർഷം എടുത്ത് മാറ്റപ്പെടുകയാണ്. ആ ദിവസം ശരിക്കും ചിന്തിക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട്
മരണത്തിന് ശേഷം എന്തെന്ന് കരുതി ആലോചനപ്പെടണ്ട. സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ അതൊന്നും ചിന്തിക്കണ്ട. ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം, മരണത്തിന് മുമ്പുള്ള ഈ നിമിഷങ്ങൾ പരമാവധി നാരായണ ഗുരുസ്വാമി പറഞ്ഞ പോലെ ഒരു പീഡ എറുമ്പിനും വരുത്താതെ ജീവിക്കുക പറ്റുമെങ്കിൽ. അങ്ങനെയെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ദുഃഖിക്കേണ്ടി വരില്ല മരണത്തെപ്പറ്റി. ശാന്തമായിട്ട് മരിച്ചു പോവാം. MT വാസുദേവൻ നായരുടെ ഒരു തിരക്കഥയിൽ എഴുതിയ, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തെന്ന് സംശയം എനിക്ക് അറിഞ്ഞൂടാ. MT വാസുദേവൻ നായരുടെ ഒരു തിരക്കഥയാണ് ഒരു ചെറു പുഞ്ചിരി, ഒരു സിനിമയുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണനും മറ്റേ ആ നടിയുടെ പേരെനിക്ക് അറിഞ്ഞൂടാ, ഒരമ്മയാണ്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഒത്തിരി പാഠം പഠിക്കാൻ പറ്റും. എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ എൻ്റെ വൈഫിന് അയച്ചു കൊടുത്ത സിനിമ അതാ കാണാൻ പറഞ്ഞിട്ട്. കാരണം വാട്ട് ഈസ് എൻ ഐഡിയൽ ലൈഫ്? നമ്മൾ ചിന്തിക്കും വലിയ ബംഗ്ലാവ് വേണം, അല്ലെങ്കിൽ മറ്റേ സാമ്പത്തികമായിട്ട് വലിയ ഇത്രയും സ്ത്രീധനം വേണം. ഞാൻ ചോദിക്കട്ടെ, പണവും സ്വർണവുമാണ് ഹാപ്പിനെസ്സിൻ്റെ ഏകകമെങ്കിൽ ഏറ്റവും വലിയ പണക്കാരൻ ഏറ്റവും വലിയ സന്തുഷ്ടമായിരിക്കണ്ടേ? അങ്ങനെയല്ലല്ലോ. പണമാണ് അല്ലെങ്കിൽ പ്രശസ്തിയാണ് ഒരാളുടെ സന്തോഷത്തിൻ്റെ അളവ് പോലെങ്കിൽ ഏറ്റവും വലിയ ധനികൻ ഏറ്റവും സന്തോഷവാൻ, ധനമില്ലാത്തവൻ ഏറ്റവും ദുഃഖിത, അങ്ങനെയല്ലല്ലോ കാണുന്നത്. ഇംഗ്ലീഷ് ഒരു കവിത ഉണ്ട്, ഇത് എൻചാൻറ്റഡ് ഷർട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു രാജാവിന് എന്ത് ചെയ്തും ദുഃഖം മാറുന്നില്ല, എപ്പോഴും ദുഃഖം. അദ്ദേഹത്തിനോട് ഒരു വൈദ്യം പറഞ്ഞു കൊടുത്തു, ഏറ്റവും സന്തോഷവാനായ ഒരു മനുഷ്യൻ്റെ അയാൾ കൊടുത്ത ഷർട്ട് ഇട്ടാൽ നിങ്ങളുടെ ദുഃഖം മാറുന്നു. അപ്പോൾ അയാള് നമ്മളൊക്കെ പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അയാള് പിന്നെ ഇവരെ ശിപായിമാരെ വിട്ടു നാട് മുഴുവൻ ആരാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ദുഃഖമുണ്ട്. വഴിയിൽ ഒരാൾ ആലിന്റെ ചോട്ട് കിടന്നിട്ട് നല്ല ചിരി, വെരി ഹാപ്പി. അയാൾ ഷർട്ട് ഇല്ല, അയാൾക്ക് ഷർട്ട് കിട്ടിയാൽ സന്തോഷമാണ്. അപ്പോൾ രാജാവളെ പിടിച്ചോണ്ടാവും. പക്ഷെ എന്താ നിങ്ങൾ സന്തോഷത്തിന് കാരണം? ഒരു കാര്യക്ക് ഒന്നും ഇല്ലാത്തൊരു സന്തോഷം. അപ്പൊ ആണ് രാജാവ് ചിന്തിക്കുന്നത്, ഒന്നുമില്ലായ്മയിലും സന്തോഷം ഉണ്ടാവാം, എല്ലാം ഉള്ളപ്പോഴും ദുഃഖം ഉണ്ടാവാം. ഇത് ലോകത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ട് ഹിന്ദു മതത്തിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാട് ഇതിനെ പറ്റിയുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഈ വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതെല്ലാം മനസ്സ്, വേദം പറയുന്നത് എൻ്റെ വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിതമാവട്ടെ, എൻ്റെ മനസ്സിൻ്റെ വാക്കിൽ പ്രതിഷ്ഠിതമാവട്ടെ. പറയുന്ന വാക്ക് ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട്, മറയില്ലാതെ, അല്ലെങ്കിൽ ഉള്ളിൽ കളങ്കം വയ്ക്കാതെ പ്രവർത്തിക്കാൻ പറ്റിയാൽ മരണം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നും. ഒരു ചെറു പുഞ്ചിയിൽ അങ്ങനെയാണ്. ഒടുവിൽ കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി സാധാരണ ജീവിതമാണ്. വളരെ ശാന്തമായി ഉറങ്ങി അങ്ങ് മരിക്കുകയാണ്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം തന്നെ. അത് കിട്ടണമെങ്കിൽ എക്സസസ് ഒഴിവാക്കണം എന്തിലും. അത് എക്സസസ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു കല്ലിൽ നിന്ന് ശില്പം കൊത്തിയെടുക്കുന്ന ശില്പിയുടെ ദൃഷ്ടിയല്ലേ. നമ്മളും ആ കല്ല് കാണുന്നുണ്ട്, അവിടെ നമ്മൾ അയ്യപ്പനെ കാണുന്നില്ല. ആ ഒരു ശില്പിയുടെ മനസ്സിൽ അയ്യപ്പനെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം വേണ്ടാത്തതായിട്ട് അയാൾ കണക്കാക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഈശ്വരനെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുക, ബാക്കിയെല്ലാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് കരുതണം. ഇപ്പം എന്നോടൊരു പെൺകുട്ടി വന്ന് പറഞ്ഞു, കല്യാണം കഴിച്ചു, വിചാരിച്ച പോലെ ആയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ നമുക്ക് വേറെ ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ. നമ്മൾ ഈ എല്ലാം മറന്നു ചില്ലയിൽ ചാഞ്ഞിരുന്നാൽ ആ ചില്ല പൊട്ടി നമ്മൾ താഴെ വീണു. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ പറയുന്ന പോലെ അല്ല. ഞാൻ പറഞ്ഞത്, ഭർത്താവിലും എന്നിലും എല്ലായിടത്തും ഉള്ള ഈശ്വരനുണ്ട്, അത് മാത്രമേ എനിക്ക് തുണയായിട്ടുള്ളൂ. ഈ ശരീരം മാറും, അയാളും ശരീരം മാറും, അല്ലേ? അപ്പോൾ അതൊന്നും ഒരു പെർമനൻ്റ് ആയിട്ട് ചിന്തിക്കാതിരിക്കുക. ലൈഫിൻ്റെ, ജീവിതത്തിൻ്റെ ട്രാൻസിറ്ററി നേച്ചർ മനസ്സിലാക്കിയവർക്ക് മരണമൊന്നും ഒരു പേടിയുള്ള കാര്യമൊന്നുമല്ല. അത് ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകുന്നവരേ ഉള്ളൂ. അല്ല, അയ്യോ ഞാൻ പോയില്ലേ കാര്യമില്ല. ആർക്കും ഇവിടെ 1000 വയസ്സ് ആയുസില്ല, അത് ഓർത്താൽ മതി. എല്ലാവരും പോകണം, ഞാനും പോവും, നിങ്ങളും പോവും. ഇപ്പോൾ ചിലപ്പോൾ ചിലർ പോകുമ്പോൾ ഒത്തിരി വലിയ മേളമൊക്കെ കാണും. ഇപ്പം MGR മരിച്ച സമയത്ത് ഭയങ്കരമായിരുന്നു തമിഴ്നാട്ടിൽ. അല്ലെങ്കിൽ നമ്മുടെ SP ബാലസുബ്രഹ്മണ്യ സ്വാമി സാറ് മരിച്ചപ്പോൾ ഭയങ്കരമായിരുന്നു. നമ്മളൊന്നും ചിലപ്പോൾ അങ്ങനെ അറിയപ്പെടാതായിരിക്കും മരിക്കുന്നത്. പക്ഷേ അവസാന ചിന്ത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ശാന്തമായിട്ട് മരിച്ചാൽ മതി. അത് മരിച്ച ശേഷം കുറേ കഴുതകൾ വന്ന് ചുറ്റും കൂടിയിട്ട് ഒരു കാര്യമില്ല. മരിച്ച ശേഷം നമ്മുടെ ജീവിത മൂല്യം എന്താണെന്ന് അറിയാത്ത 1000കണക്കിന് പേര് വന്നിട്ട് റീത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോഴേക്ക് നമ്മൾ ബോഡി വിട്ട് കഴിയും. നമ്മളവിടെ മുകളിൽ നിന്നിട്ട് കാണും കുറേ കഴുതകൾ വന്ന് കരയുന്നു, ചിലർ കരച്ചിൽ അഭിനയിക്കുന്നു, ഇത് ബദ്ധശത്രു വന്നിട്ട് നെഞ്ചത്തടിച്ച് കരയുന്നത് നമ്മൾ കാണേണ്ടി വരും ഈ നാടകമൊക്കെ. സോ ഇതെല്ലാം ഒരു വെറും ഡ്രാമയാണെന്ന് മനസ്സിലാക്കിയിട്ട് വിട്ടുനിന്ന് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണം ജീവിതത്തിൽ. ഇതെല്ലാം പോവും. നമ്മൾ അക്വയർ ചെയ്യുന്ന വെൽത്ത് ആയിക്കോട്ടെ, ഫെയിം ആയിക്കോട്ടെ, എല്ലാം പോവും. നമ്മുടെ അടുത്ത ദിവസം മരിച്ച സലീം കുമാർ പറഞ്ഞ ഒരു വലിയ ഫിലോസഫി, ഒന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനും പറ്റില്ല, ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും പറ്റില്ല. സിമ്പിളാണ്. ഇപ്പം ലൈഫിനൊരു ഫിലോസഫി വേണം.
ലൈഫിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ സെൻറ്റർ ഓഫ് ലൈഫ് ഷുഡ് ബി ഗോഡ്. നിങ്ങൾ എന്തിരീ കൃഷ്ണനോ രാമനോ ആരും ആയിക്കോട്ടെ, അതിൽ നിന്ന് കവിഞ്ഞതെല്ലാം എനിക്ക് സത്യത്തിൽ അത്യാവശ്യമല്ല അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ ആരോടും മോശമായിട്ട് പെരുമാറേണ്ട കാര്യമില്ല. ആരെങ്കിലും നമ്മളോട് ഇതിന് മോശം പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. എല്ലാം രാമൻ നോക്കിക്കോളും എന്ന് വിചാരിച്ചിരിക്കണം. രമണ മഹർഷി അനുവാദ പറഞ്ഞ് ഈ ശരീരം മരിക്കുമ്പോഴും ഞാനെന്ന ബോധം നശിക്കുന്നില്ല. ആത്മജ്യോതിസിന് ശരീരനാശം കൊണ്ട് മാറ്റം ഉണ്ടാവുന്നില്ല.